നമസ്കാരം. 8ാം സെമസ്റ്ററിലെ ഹിസ്റ്ററി മേജർ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരല്പം കൂടി വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 8ാം സെമസ്റ്ററിൽ ഒരു വിദ്യാർത്ഥി മേജർ കോഴ്സിൽ 24 ക്രെഡിറ്റ് ആണ് നേടിയെടുക്കേണ്ടത്. അത് 3 കോർ കോഴ്സ്, ഒരു കോർ കോഴ്സിന് 4 ക്രെഡിറ്റ് ആണ്. 3 കോർ കോഴ്സിലൂടെ അതല്ല എങ്കിൽ 12 ക്രെഡിറ്റ് ഉള്ള ഒരു പ്രൊജക്റ്റിലൂടെ, അതല്ല എങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിലുള്ള വിദ്യാർത്ഥികൾ റിസർച്ച് പ്രൊജക്റ്റിലൂടെ 12 ക്രെഡിറ്റ് 8ാം സെമസ്റ്ററിൽ നേടിയെടുക്കും. ബാക്കി വരുന്ന 12 ക്രെഡിറ്റ് ആ വിദ്യാർത്ഥികൾ നേടിയെടുക്കേണ്ടത് 3 അഡീഷണൽ കോഴ്സ് കൂടി ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ 3 അഡീഷണൽ കോഴ്സ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, വിദ്യാർത്ഥി തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്വേക്ക് അനുസരിച്ചാണ് 8ാം സെമസ്റ്ററിലെ ഈ 3 അഡീഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന്, ഹിസ്റ്ററി മേജർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അവര് മേജർ വിത്ത് മൈനർ എന്ന പാത്വേ അല്ല ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഹിസ്റ്ററിയുടെ തന്നെ 3 മേജർ കോഴ്സ്, 400 ലെവലിൽ ഉള്ള 3 മേജർ കോഴ്സ് അഡീഷണൽ കോഴ്സായി പഠിക്കാവുന്നതാണ്. ഇലക്റ്റീവ് കോഴ്സ് ഉൾപ്പെട്ടിട്ടുള്ള ബാസ്ക്കറ്റിലെ 8ാം സെമസ്റ്ററിലെ 6 ഇലക്റ്റീവ് കോഴ്സുകൾ 8ാം സെമസ്റ്ററിലെ ഇലക്റ്റീവ് ബാസ്ക്കറ്റിലുണ്ട്. അതിൽ നിന്നും 3 കോഴ്സുകളാണ് ഈ 3 അഡീഷണൽ കോഴ്സായിട്ട് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ടത്. ഹിസ്റ്ററിയുടെ 400 ലെവലിലുള്ള കോഴ്സാണ് പഠിക്കാൻ വിദ്യാർത്ഥി ആഗ്രഹിക്കുന്നത് എങ്കിൽ. ഇവിടെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. റിസർച്ച് ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ആ വിദ്യാർത്ഥി ഈ 3 അഡീഷണൽ കോഴ്സിൽ ഒരു കോഴ്സ് റിസർച്ച് മെത്തഡോളജി ആയിരിക്കണം ചെയ്യേണ്ടത്. എന്നാൽ ഡിഗ്രി ഓണേഴ്സ് ഉള്ള വിദ്യാർത്ഥികൾക്ക് റിസർച്ച് മെത്തഡോളജി പഠിക്കണമെന്ന് നിർബന്ധമില്ല. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിലുള്ള വിദ്യാർത്ഥികൾക്ക് മേജർ കോഴ്സിന് ചേർന്നിരിക്കുന്ന സ്ഥാപനത്തിൽ റിസർച്ച് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമല്ല എങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഈ 3 അഡീഷണൽ കോഴ്സുകൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. ഡിഗ്രി ഓണേഴ്സ് വിദ്യാർത്ഥികൾ 3 അഡീഷണൽ കോഴ്സ് ചെയ്യുമ്പോൾ അതിൽ 2 എണ്ണം മാത്രമേ ഓൺലൈനായിട്ട് ചെയ്യാൻ പാടുള്ളൂ.